ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് 6-ാം ദിവസ ധ്യാനം. സ്നേഹത്തിൻ്റെ ശിഷ്യൻ മാർ യോഹന്നാൻ, യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നവൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിശ്വാസികളെ, ഈ വിശുദ്ധ ഞായർ ദിനത്തിൽ സ്ലീഹ നോൻപിൻ്റെ 6-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് സ്നേഹത്തിൻ്റെ ശിഷ്യനായ മാർ യോഹന്നാൻ്റെ ജീവിതമാണ്. 12 ശിഷ്യന്മാരിൽ യേശുവിനോട് ഏറ്റവും അടുത്തു നടന്ന ഒരാളായിരുന്നു മാർ യോഹന്നാൻ. വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തെ പലപ്പോഴും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന ഒരു വിശേഷണം കൂടി നൽകുന്നുണ്ട്. അത് യോഹന്നാന് മാത്രം ലഭിച്ച ഒരു പ്രത്യേക സ്നേഹമല്ല, യേശുവിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ അവൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൻ്റെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ സുവിശേഷം. മാർ യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹത്തിൻ്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ്. ദൈവം സ്നേഹമാണ് എന്നാണ് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്. ലോകം ശക്തിയും സമ്പത്തും അന്വേഷിക്കുമ്പോൾ യോഹന്നാൻ സ്നേഹത്തിൻ്റെ വഴിയാണ് നമുക്ക് കാണിച്ചു തന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനത്തിലും സ്നേഹം നിറഞ്ഞതായിരുന്നു. രോഗികളെ സ്പർശിച്ചപ്പോൾ, പാപികളോട് ക്ഷമിച്ചപ്പോൾ, വിശക്കുന്നവർക്ക് അപ്പം നൽകിയപ്പോൾ എല്ലാം അവിടുന്ന് സ്നേഹത്തിൻ്റെ മുഖമായിരുന്നു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളം അറിവോ കഴിവോ ഒന്നുമല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയമാണ്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളം. കുരിശിന് ചുവട്ടിലെ വിശ്വസ്തത യേശുതമ്പുരാനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പലരും ഭയന്ന് ഓടി. എന്നാൽ യോഹന്നാൻ അവസാനം വരെ തൻ്റെ ഗുരുവിനെ വിട്ടുപോയില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം അദ്ദേഹം നിലകൊണ്ടു. ആ വേദനയുടെ നിമിഷത്തിൽ യേശുതമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ആ നിമിഷം മുതൽ യോഹന്നാൻ മറിയത്തെ തൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു എന്നുമാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ സ്നേഹം സന്തോഷത്തിൻ്റെ സമയത്ത് മാത്രം ഒപ്പം നിൽക്കുന്നതല്ല, അത് വേദനയുടെ നിമിഷങ്ങളിലും കൈവിടാതെ കൂടെ ഉണ്ടാകുന്നതാണ്. അതാണ് സ്നേഹത്തിൻ്റെ സന്ദേശം. മാർ യോഹന്നാന്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു സന്ദേശമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, കാരണം സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. വൈരാഗ്യവും പകയും ക്ഷമിക്കാത്ത ഒരു മനസ്സും നമ്മുടെ ആത്മാവിനെ വീണ്ടും വീണ്ടും ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ക്ഷമയും കരുണയും നിറഞ്ഞ ഒരു ഹൃദയം, അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് നമ്മെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യം കൂടുതൽ അറിവോ അധികാരമോ അല്ല. പ്രിയ ദൈവമക്കളെ, നാം യോഹന്നാനെ പോലെ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടോ? നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹമാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അടയാളം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവാം ദൈവമേ, മാർ യോഹന്നാനെ പോലെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണം. ക്ഷമിക്കുവാനുള്ളൊരു മനസ്സും കരുണ നിറഞ്ഞ ഒരു ഹൃദയവും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ളൊരു കൃപയും തമ്പുരാനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറട്ടെ. ആമേൻ.
സ്തോത്രം. ഹല്ലേലൂയ.